കണ്ട ഗൈസ്, നല്ല മഴയാണ്. എന്തുവാ ഒരു ചാട്ടപ്പറ്റി. നല്ല മഴയാണ്, മിന്നലുണ്ട്. നല്ല മഴയുണ്ട്, സൗണ്ടുണ്ട്. മഴയുടെ സൗണ്ടാണ്. എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമോയെന്ന് അറിയാൻ വയ്യ. ഇവിടെ നിൽക്കുന്ന ഡേഞ്ചറാണ്, മിന്നലുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഞാൻ അകത്ത് കയറാൻ പോയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്യുക. ഫസ്റ്റിലത്തെ മഴയാണ് കേട്ടോ. നമ്മളാ വേനൽ മഴയോ? വേനൽ മഴയല്ലല്ലോ, ഇതിനി അങ്ങോട്ട് മഴക്കാലമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല മണ്ണിൻ്റെ മണം വരുന്നല്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മഴ പെയ്യുമ്പോൾ മണ്ണിൻ്റെ മണം ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. ഇവരപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അടുക്കളയിലോട്ട് കയറ്റാൻ പോയി. എന്തോ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നു. എന്തോന്നൊന്നും അറിയാൻ വയ്യ. ശിവക്കുട്ടനാണ് മെയിൻ അവതാരം കേട്ടോ. അവന് ആ മഴയത്ത് തന്നെ എനിക്ക് കടയിൽ പോകേണ്ടി വന്നിട്ട്. തൊട്ടപ്പുറത്തുണ്ട് കട, എന്നാലും അവന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച മഴയില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡും കഴിക്കണമായിരുന്നു, മുട്ടയും മേടിക്കണമായിരുന്നു കേട്ടോ. സവാള എടുത്തോ? എന്നാൽ അതും അങ്ങോട്ട് വെച്ചോ. ഗൈസ്, താണ്ട് നമുക്ക് ഒരെണ്ണം നമുക്കിതൊന്ന് അരിയാം. കുഞ്ഞു 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 കുഞ്ഞാ അരിയാം. എങ്ങനെയാണ് അരിയുന്നത്? നിനക്ക് അരി അറിയാവോ? എനിക്കറിയാം, എനിക്കും അറിയാം. രണ്ട് പീസാക്കിയിട്ട് ഇങ്ങനെ അറിയാം. എങ്ങനെ 2 പീസാക്കണം? 2 പീസ് വെച്ചാക്കണം. വെളിയിലേ നല്ല മഴയുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇവർക്ക് കഞ്ഞി വെച്ച് തരാന്ന് പറഞ്ഞായിരുന്നു. കഞ്ഞി ഇവർക്ക് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ സവാള അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാലേ കണ്ണങ്ങോട്ട് എരിയും. നല്ല പോലെ. എനിക്കാണെങ്കിൽ സവാള തൊലിക്കാനും പറ്റത്തില്ല, അരിയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ. എന്നാലും നമുക്കത് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ എന്തൊക്കെയായാലും ശരിയാക്കി സെറ്റാക്കി വെച്ച്, പിന്നെ കയ്യിലുള്ള പിച്ചാത്തിയുടെ കാര്യമാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. മുറിയാത്ത പിച്ചാത്തി എന്ന് വെച്ചാൽ അമ്മമാരൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ തലമണ്ടക്കിട്ടടിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് നല്ല മൂർച്ച വേണമല്ലോ. ഇതിനാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ മൂർച്ചയുള്ള പിച്ചാത്തി അങ്ങോട്ട് കണ്ടാൽ ഭയങ്കര പേടിയാണ്. പിന്നെ ചേട്ടൻ അപ്പോഴത്തേക്കും ആണെങ്കിൽ ചീനി മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചീനി ഒന്നും ഞാൻ വെക്കുന്നില്ല. അവനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക കൂടെ എൻ്റെ ബ്രെഡിനകത്ത്. അതൊരു വീഡിയോ കണ്ടിട്ട് എന്നെ കാണിച്ചു തന്നെ. അങ്ങനെ അത് അവന് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ അതെടുത്ത് ഞാൻ അപ്പോഴേ ഫ്രിഡ്ജിനകത്ത് വെച്ച് ചീനി നാളെ വേവിക്കാനായിട്ട്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴിനെ പോലെ അവൻ നിൽക്കുക കേട്ടോ. അങ്ങനെ സവാളയൊക്കെ അങ്ങോട്ട് കുഞ്ഞു അരിഞ്ഞ് അങ്ങോട്ട് ചെറിയൊരു നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട്, പിന്നെ ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചായിരുന്നു കേട്ടോ. 3 മുട്ടയും പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കുരുമുളക് പൊടി കുറച്ച് മസാലയും കൂടി ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത്. അങ്ങനെയാണ് അവർ യൂട്യൂബിൽ കണ്ടത്. ഞാൻ നോക്കി അത് കറക്റ്റ് ആ ഒരു രീതിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ അടി നടക്കും കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് ബീറ്റൊക്കെ ചെയ്ത് നമ്മൾ ബ്രെഡ് ഇതാ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിക്കണം. ഇതിപ്പോൾ യൂട്യൂബിൽ കണ്ടതായിട്ടാ. 2 എണ്ണം കൂടെ കണ്ടുപിടിച്ച് തന്നത്. ഇതൊരുമാതിരി മുറിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അടുത്തങ്ങ് തിന്നു. നമ്മൾ എന്താ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല. ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അത് സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ട്, പിന്നെ നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതിങ്ങനെ പറക്കി വെച്ചിങ്ങനെ കൊടുക്കും. ഒരു ഇത്തിരി വിടവ് കാണണം. അങ്ങനെയാണ് ഇത് കണ്ടത് കേട്ടോ. അങ്ങനെ അതിനകത്തെല്ലാം നമ്മളിങ്ങനെ മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഒട്ടി പിടിക്കും. അങ്ങനെ അത് നല്ല രീതിയിൽ മുരിച്ചിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം ഇട്ട് മറിച്ചിട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പതുക്കെ റോൾ ചെയ്തെടുക്കണം. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്താലും ഞാൻ വിചാരിച്ച് കഴിക്കത്തില്ലായിരിക്കും കേട്ടോ. പക്ഷേ അത് നല്ലപോലെ രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് പോയിരുന്ന് കഴിക്കുന്നത്. അത് എന്തോ ഉണ്ടാക്കി കൊടുത്താലും ഞാൻ ഇവിടുന്ന് കുറച്ച് തപ്പും കേട്ടോ. പുഷ്പ ഡാൻസ് കളി. പുഷ്പ ഡാൻസ് നേരത്തെ കളിച്ച സ്റ്റെപ്പ് കളിയടാ. നേരത്തെ കളിച്ച സ്റ്റെപ്പ്. അതോ പോയി. പോയി.